അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹബഹുമാനമുള്ള വിശുദ്ധ ഖുർആൻ തജ്വീദ് പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പഠനത്തെ എളുപ്പം ആക്കി തരുമാറാവട്ടെ. അതിൽ വന്നുപോയ ചെറുതും വലുതുമായ വീഴ്ചകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ കസീറ. സൂറത്ത് ഫാത്തിഹ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് ബേനസീർ താത്തനെ വിളിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഓക്കെ, ബേനസീർ താത്ത കുഴപ്പമില്ലാണ്ട് പാരായണം ചെയ്തിട്ടുണ്ട്. ഹെവി ലെറ്റേഴ്സ് ഒന്നും കൂടി ശരിയാക്കണം കേട്ടോ. ദ്വാദിനൊക്കെ ഓക്കെ. അലൈം വലദ്ദാലീൻ സ്വാദ് റാ താ ഒക്കെ ചില അക്ഷരങ്ങൾ കുറച്ചും കൂടി ഒന്ന് റെഡിയാക്കാനുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്ത ക്ലാസ് നൗഷാദ് സാർ പറഞ്ഞതിന് അവിടുന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ഹാല് 10ാമത്തെ ഹാല് സുക്കൂൻ, സുക്കൂനാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഹംസ സുക്കൂൻ, ബ ത സുക്കൂൻ, അത് അസ് അഹ് അഖ് അസ് അർ അസ് അസ് അഷ് അസ് അബ് അവ് അ അവ അഫ് അഖ് അൽ അം അൻ അഹ് ഔ ഐ. ഇങ്ങനെയുണ്ട്. അപ്പോൾ അതിൽ കുറച്ചെണ്ണം വിട്ടുപോയിട്ടുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, ഒന്ന് ബ ആണ്. ബ പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ സുക്കൂന് കൊടുത്തതുപോലെയല്ല കൊടുക്കേണ്ടത്. ശരിക്കും മഖ്റജിൽ അനക്കം വരുന്ന രീതിയിൽ തന്നെ അതെന്ത് ചെയ്യണം, ഉച്ചരിക്കണം. അപ്പോൾ നമ്മൾ ആസ് എന്ന് പറഞ്ഞെങ്കിലും ആസ് എന്ന് പറഞ്ഞ പോലെ ആയിരിക്കരുത് ബാന് സുക്കൂന് നൽകിയിട്ട് ഉച്ചരിക്കുന്നത്. ബാന് സുക്കൂന് നൽകുന്ന സമയത്ത് അബ് അബ് അത് അബ് അത് അബ് അസ് അജ് അജ് അഹ് അജ് അഹ് എന്നോ അസ് എന്നോ അത് എന്നോ പറയുന്നില്ല. ആ ഒരു ഡിഫറൻറ്റ് മനസ്സിലാക്കുക. അതേപോലെ അസ് അത് അസ് അത് ദാൽ സാക്കിന മുക്കൽക്കല ആത്തു ആത്തു ആഖു. ഓക്കെ. സുക്കൂൻ ഫി ഖുർആൻ റസുഹ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാണ്. അതിനെക്കുറിച്ചൊക്കെ ഇതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇത് ഒരു ഉദാഹരണത്തിന് ഇതിലിങ്ങനെ കാണിച്ചു തരാണ്. സുക്കൂന് ലൗല തദാറകഹു നിഅമതുൻ ഐൻ സുക്കൂൻ നിഅമതും മിർ റബ്ബിഹി ലനുബിദ ബിൽ, അവിടെ ലാമിന് സുക്കൂൻ, ബിൽ അറാഇ വഹുവ മസ്മൂം, ذال مذموم فاجتباه ربه فجعله من الصالحين وإن يكاد الذين كفروا ليزلقونك بأبصارهم لما سمعوا الذكر ويقولون إنه لمجنون وما هو إلا ذكر للعالمين. ഇവിടെ തന്നെ ഐനിന് വരുന്ന സമയത്തും ജീമിന് വരുന്ന സമയത്തും അതേപോലെ ജീമിന് ബാന് വരുന്ന സമയമൊക്കെ ആ പാരായണത്തിൽ മാറ്റം വരുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഓക്കെ. ഇനി ഇത് ഞാൻ പറയാം. ഹംസ സുക്കൂൻ അ. ഓക്കെ.
ഇത് വേറൊരാൾ പറയൂ. ഹിബമോൾ പറയൂ ഇതെങ്ങനെയാണ്. ഹിബ ഒറ്റ മിനിറ്റ്. അഷ്റഫ് ഒറ്റ മിനിറ്റ്. ഹിബ പറയൂ ഇതെങ്ങനെ പറയാം. ആ തെറ്റി. ഹിബ കഴിഞ്ഞ ആഴ്ച ഞാൻ ഹിബനോട് പറയാൻ കാരണം എന്താണെന്നറിയോ, ഹിബ കഴിഞ്ഞ ആഴ്ച ചോദിച്ചിരുന്നു സുക്കൂന് കൊടുക്കുമ്പം എന്തോ ഒരു സംശയം ചോദിച്ചില്ലായിരുന്നോ? ഷെദ് വരുമെന്നുള്ളായിരുന്നു അല്ലേ? ഓക്കെ ഷെദ്ദിൻ്റെതല്ല ഞാൻ ഉദ്ദേശിച്ചത്. വേറെ ആരോ ചോദിച്ചിരുന്നു എന്ന് തോന്നുന്നു. സുക്കൂന് വരുമ്പോൾ നൗഷാദ് സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് തെഹജ്ജ് ചെയ്യുന്ന സമയത്ത് സുക്കൂനുള്ള അക്ഷരത്തെ ഒറ്റയ്ക്ക് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ ബ സക്കിന മുക്കൽക്കല ബ് എന്നല്ല പറയണ്ടേ, അബ്. അതിനാണ് ഒരു അലിഫ് ഹംസ അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഒരിക്കലും ബ സുക്കൂന് വരുന്നത് അത് എപ്പോഴായിക്കോട്ടെ അത് എന്ത് ചെയ്യരുത്, അത് ഒറ്റയ്ക്ക് പറയരുത്. ബ സാക്കിന മുക്കൽക്കല അബ് എന്ന് പറയണം. മറ്റേ ലാം സുക്കൂൻ എന്ന് പറയുമ്പോഴും എന്തായിരിക്കണം, ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ ഏത് സുക്കൂനുള്ള ഏത് വാക്കിനെ നിങ്ങൾ പറയോ അതിനോട് തൊട്ട മുമ്പുള്ളതിനെ ചേർത്തുകൊണ്ട് പറയാം. ഒറ്റയ്ക്ക് പറയരുത് ബ് എന്നോ അല്ലെങ്കിൽ ജ് എന്നോ അല്ലെങ്കിൽ ല് എന്നോ ഒന്നും പറയാണ്ട് അൽ അല്ലെങ്കിൽ അജ് അബ്. തൊട്ട മുമ്പിൽ എന്തായാലും എന്തെങ്കിലും ഉണ്ടാവും, അപ്പോൾ അതിന് ചേർത്ത് പറയാം കേട്ടോ. അടുത്തത് അഷ്റഫ് സാഹിബ് പറഞ്ഞോളൂ. ബ സാക്കിന മുക്കൽക്കല അബ്. ഓക്കെ, അഷ്റഫ് സാഹിബ്, അഷ്റഫ് കക്കോ. ഹംസ ഫത്ഹ ഖ താ സുകൂൻ മുഖൽഖല ഖത്. അല്ല, താ സുക്കൂൻ മുക്കൽക്കല. താ കൽക്കലയാണോ? അല്ല സോറി, താ സുക്കൂൻ. താ സുകൂൻ അത്. അത്രേ ഉള്ളൂ, വേറെ ഇതൊന്നുമില്ല. ശരി. ഓക്കെ, അടുത്തൊരാൾ ഇത് പറയൂ. ഓക്കെ, സാക്കിന അസ് അല്ലെങ്കിൽ സുക്കൂൻ അസ്. ഈ സാക്കിന സുക്കൂന് ആ രണ്ടും പിന്നെ സാക്കിന എന്ന് പറയുമ്പോൾ നമ്മൾ സുക്കൂന് നൽകുമ്പോഴാണ് പറയുന്നത് സാക്കിന. ഇതിപ്പോൾ ഓൾറെഡി സുക്കൂനാണല്ലോ അല്ലേ? ഇത് ഓൾറെഡി സുക്കൂനാണ്. പിന്നെ നമ്മൾ എന്തുകൊണ്ട് പിന്നെ ബാഇന് അല്ലെങ്കിൽ ജീമിനൊക്കെ സാക്കിന മുക്കൽക്കല എന്ന് പറയാൻ കാരണം എന്താണ്? അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം അത് നമ്മൾ സുക്കൂന് നൽകുന്നത് കൊണ്ട് അത് കൽക്കലയായിട്ട് മാറുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനെക്കൊണ്ടാണ് അതിനെ, അതായത് കൽക്കലയുടെ ജദ്ദ കുത്തുബ അല്ലേ, ജീമ് ദാല് ഖാഫ് താ ബ, ഈ ഒരു 5 അക്ഷരങ്ങൾക്ക് സുക്കൂന് നൽകുമ്പോൾ നമ്മൾ സാക്കിന മുക്കൽക്കല എന്ന് പറയും. കാരണം അത് സുക്കൂന് നൽകുന്നത് കൊണ്ട് എന്തായി മാറുന്നുണ്ട്, കൽക്കലയാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ. നോർമൽ കേസിൽ ഇപ്പോൾ ഇങ്ങനത്തെ സ വരികയാണെങ്കിൽ സ സുക്കൂൻ അസ് അത്ര മാത്രം മതി. പക്ഷേ ഈ സ തന്നെ അവസാനത്തിൽ നിങ്ങൾ സുക്കൂൻ നൽകി വഖഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കണം, സ സാക്കിന ഐന്ദൽ വഖഫ് എന്നായിട്ട് മാറും. അപ്പോൾ അവിടെ നമ്മൾ സുക്കൂന് നൽകുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ ഓരോ ആൾക്കാർ എങ്ങനെ പറയുന്നുണ്ട് നോക്കാം. ഇതെന്തായിരിക്കും പറയാ? അടുത്തൊരാൾ ഇതൊന്ന് തഹജ്ജ് ചെയ്യൂ. അലിഫ് ഹംസ ഫത്ഹ അ ജീം സാക്കിന മുക്കൽക്കല അജ്. അജ് അജ് അജ്. കാരണം ജീം ശരിക്കും ജീം എന്തായിരിക്കണം, മഖ്റജിൽ അനക്കം തട്ടണം. മറ്റേതിൻ്റെ പോലെയല്ല അജ്, അല്ലെങ്കിൽ മറ്റുള്ള ഹർഫ് പറയുന്ന പോലെ ആവരുത്, കൃത്യമായിരിക്കണം. ഓക്കെ, അജ് ആ ക്ലിയർ ആണ്. ഓക്കെ, ഇനിയിപ്പോൾ വേറൊരാൾ ഇത് പറയൂ. അലിഫ് ഹംസ ഒഴിവാക്കിയിട്ട് സുക്കൂനിൻ്റെത് മാത്രം പറയൂ. എങ്ങനെ? അപ്പൊ ഇപ്പൊ ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല? അല്ല, സാറിന്റെ കമാൻഡിൽ വായിക്കുവാ. ഹംസ ഒഴിവാക്കിട്ട് പറയാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതായിരിക്കും. ഹംസ ഒഴിവാക്കി പറയാൻ ഞാനത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു സുക്കൂനുള്ള അക്ഷരം ഒരിക്കലും ഒറ്റയ്ക്ക് പറയരുത്. കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഇപ്പോഴും ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, സുക്കൂനുള്ള അക്ഷരം നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്ക് പറയരുത്. അതിന് കൂടെ ഏതെങ്കിലും ഒന്ന് ചേർത്ത് വെക്കും. ആ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കൊടുത്തതാണ് എന്ത്, അലിഫ് ഹംസ ഫത്ഹ, അല്ലാണ്ട് അവിടെ ഉള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് ഹ സുക്കൂൻ അഹ് എന്നാ പറയണ്ടേ. ഒന്ന് പറഞ്ഞു നോക്കൂ.
ഹ സുക്കൂൻ അഹ്. വെരി ഗുഡ്. അടുത്തത് ഇതൊരാൾ പറയൂ, അലിഫ് ഹംസ ഒഴിവാക്കിയിട്ട് പറയൂ, സുക്കൂന് മാത്രം പറയൂ. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, പറയൂ, പെട്ടെന്ന് പറയൂ. സുക്കൂൻ സോറി ഹ സാക്കിന മുക്കൽക്കല അഹ്. അഫ്സത്താത്ത കൽക്കലയിൽ പെടുവോ? മുഫഖമല്ലേ? മുഫഖമ. അയ്യോ കുത്ത് താഴത്ത് മുകളില വന്ന് താഴത്താണ് കൽക്കല. ഓക്കെ, ഇത് മറ്റേതാണ്. ഇത് എന്താണ്, നമ്മളെ മറ്റേ മുഫഹമയിൽ പെടുന്നതാണ്. മുഫഖം. കുഴപ്പമില്ല കുഴപ്പമില്ല, അങ്ങോട്ടോട്ട് മാറിപ്പോകും സ്വാഭാവികം. സുക്കൂൻ അഹ്. വെരി ഗുഡ്, അൽഹംദുലില്ലാ. ഓക്കെ, ഇതാരോ ഒരാൾ പറയാ. ദാൽ സുക്കൂൻ മുക്കൽക്കല അഹ് അദ്. ദാൽ സുക്കൂൻ അല്ല കേട്ടോ, ദാൽ സാക്കിന ആണ്. ഉറക്കെ പറയണം. ദാൽ സാക്കിന മുക്കൽക്കല. ഓക്കെ ഓക്കെ, ഇതാരോ ഒരാൾ പറയൂ ഇത്. അലിഫ് ഹംസ ഫത്തഹ ആ ദാൽ സാക്കിന മുക്കൽ ദാൽ സുക്കൂൻ അത്. അത് അത് അല്ല, അത് അത്. ഓക്കെ അത്. ഓക്കെ. ഓക്കെ, അത് എന്ന് വെക്കരുത്, അത് അത്. ഓക്കെ, ഇതാരോ വേറൊരാൾ പറയൂ. അലിഫ് ഹംസ അവിടെ വെക്കട്ടെ, സുക്കൂന് മാത്രം പറഞ്ഞാൽ മതി. റാ സുക്കൂൻ മുഫഖമ ആർ. മുഫഖമ പറയണമെന്നില്ല, റാ സുക്കൂൻ ആർ ആർ. ഓക്കെ ഓക്കെ, അടുത്ത ആൾ ഇതൊന്ന് പറയൂ. ദാൽ സുക്കൂൻ അൽ. അസ് അസ്. ഓക്കെ 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 ഓക്കെ, നെക്സ്റ്റ് അടുത്ത ആൾ പറഞ്ഞോളൂ. സീൻ സുക്കൂൻ അസ്. വെരി ഗുഡ്, അടുത്ത ആൾ പറയൂ. ഷീൻ സുക്കൂൻ അഷ്. വെരി ഗുഡ്, അടുത്ത ആൾ പറയൂ. സുക്കൂൻ അസ്. അസ് എന്ന് പറയാണ്ട ആസ് ഓ, അസ് എന്ന് വെക്കരുത്. ഓക്കെ, ഇത് പറയൂ, ഇത് പറയൂ അടുത്ത ആള്. സുക്കൂൻ അള്. അള് അല്ല, അള് 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 എന്ന് പറയരുത് കേട്ടോ, വെക്കരുത്. ഓക്കെ, ഇതാരാ പറയുന്നത്? അലിഫ് ഹംസ ഒഴിവാക്കിയിട്ട് താ സുക്കൂൻ അത് മതിയോ? സാക്കിന മുക്കൽക്കല അത്ത്. താ സാക്കിന മുക്കൽക്കല ആത്തോ ആത്തോ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഇതാണെങ്കിൽ ഇതെങ്ങനെ പറയാ? സുക്കൂന് മാത്രം പറയും. ആക്കോ ആക്കോ ആക്കോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇത് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? സംഭവം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഞാൻ അതെങ്ങനെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഹുറൂഫുൽ കൽക്കലയാണ്. കുതുബ് ഖാഫ്. ഈ സാക്കിന സുക്കൂന് പറഞ്ഞേ, സാക്കിന അത് കുത്തുബുജത്തിന്റെ ആ രണ്ട് ഡിഫറൻസ് ഉണ്ട് പറഞ്ഞില്ലേ? അതായത് ഒറ്റ മിനിറ്റ്, ഇപ്പൊ നമുക്ക് ഒരായത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരായത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. മറ്റേത് ഒരു ക്ലിയർ ഉണ്ടാവില്ല. പെട്ടെന്ന് അടുത്ത ഇത് കഴിഞ്ഞാൽ ആയത്താണ് വരിക, അത് ഈ ഓതിയിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഖാഫ് താ ബ ജീമ് ദാല്, അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, 10ാമത്തെ ഹാലിൽ ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തജ്വീദ് നിയമമാണ് എന്ത്? കൽക്കല, കുത്തുബ് ജദ് അല്ലെങ്കിൽ ജദ്ദ കുത്തുബ. 5 അക്ഷരങ്ങൾ സുക്കൂനിൽ വരുന്ന സമയത്ത് ഈ 5 അക്ഷരങ്ങൾ അതിൻ്റെ മഖ്റജിൽ അനക്കം വരുന്ന രീതിയിൽ കൽക്കല നല്ല ക്ലിയറായിട്ട് വ്യക്തമായിട്ട് ഉച്ചരിക്കണം. കൽക്കലയോടുകൂടി ഉച്ചരിക്കുക എന്ന് പറയാം. കൽക്കലക്ക് ഈ കടുക് വറക്കുന്നതിനൊക്കെ കൽക്കല എന്ന് പറയുമെന്ന് കേട്ടിട്ടുണ്ട്. ആ കടുക് പൊട്ടൂലേ, അതെ, ആ ഒരു ഇതിൽ അങ്ങനെ പറയുന്നത് കേൾക്കാം. അപ്പോൾ പിന്നെ ആ രീതിയിലായിരിക്കണം. കുത്തുബ് ജദ് അല്ലെങ്കിൽ ജദ്ദ കുത്തുബ. ഓക്കെ, അത് മറന്നുകൊണ്ട. അപ്പോൾ സഖഫൻ എന്നാണ്, സഖഫൻ അല്ലേ? ഓക്കെ, ഹിബ ചോദിച്ചത് എന്തായിരുന്നു ചോദ്യം?
ഈ സാക്കിന സുക്കൂനെന്ന് തഹജ്ജ് പറയുമ്പോ അതിന്റെ പറയുന്നറിയില്ലേ, വ്യത്യാസം എന്താ? ഡിഫറൻസ് എന്താ? ഡിഫറൻസ് അല്ലേ? ഓക്കെ ഓക്കെ. ആ, ഇവിടെ എവിടെയാണ് സാക്കിന, എവിടെയാണ്? ഓക്കെ ഓക്കെ. അപ്പോൾ അത് ആയത്തിലേക്ക് തന്നെ പോയിക്കോട്ടെ, അതാ നല്ലത്. ഓക്കെ, ഒരു കാര്യം ചെയ്യ്, ഇതൊന്ന് ഈ തഹജ്ജ് ചെയ്യ്. സീൻ ഫതഹ സാ, ഖാഫ് ഖാഫ് സാക്കിന തക്ക്, കാഫ് സാക്കിന, ഫാവ് ഫതഹ കാഫ് സാക്കിന തക്ക് അല്ല, കാഫ് സാക്കിന, തക്ക്. കാഫ് സാക്കിന എന്തോ ഒന്നും കൂടി പറയണ്ടേ? ആ, മുക്കൽക്കല സക്ക്, ഓക്കെ ഓക്കെ. ഫാവ് ഫതഹ തൻവീൻ അലിഫ് മദ് തൊബി ഹർക്കത്താൻ എന്തൊക്കെ തക്ക് ഫാ. പറഞ്ഞോനെ, എന്തെല്ലക്കോ പറഞ്ഞിരിക്കണല്ലോ. ഒന്നെങ്കിൽ തെറ്റിനി. ഒന്നെങ്കിൽ സിമ്പിൾ ആയിട്ട് ഫ തൻബീൻ ബിൽ ഫത്ഹ സഖ്ഫൻ എന്ന് പറയാം. രണ്ടാമത്തേത് സഖ്ഫ എന്നാണെങ്കിൽ ഫ ഫത്ഹ അലിഫ് മദ് ഇവദ് മത്തോബി ഹർക്കത്താൻ ഐന്ദൽ വഖഫ് എന്നൊക്കെ പറയണം. ഇവിടെ സഖ്ഫൻ എന്ന് പറഞ്ഞാൽ മതി. ഫ തൻബീൻ ബിൽ ഫത്ഹ ഫൻ സഖ്ഫൻ. ഓക്കെ, അലിഫ് മദ് പറയുമ്പോ അലിഫ് മദ് നമ്മൾ തൻവീല് പറഞ്ഞാണ്, വഖഫ് ചെയ്ത് പറയുമ്പോഴാണ് എന്ത്, അപ്പം മാറും, മൊത്തം മാറും. ഇപ്പം പറഞ്ഞതുപോലെയല്ല. ഫ ഫത്ഹ അലിഫ് മദ് ഇവദ് മദ് തൊബി ഹർക്കത്താൻ ഐന്ദൽ വഖഫ്. വഖഫ് ചെയ്യുന്നത് കൊണ്ട് ആണ് അത് മദ് ഇവദായി മാറിയെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മറന്നുപോയോ? ഏതാ പറയാ? ഓക്കെ ഓക്കെ ഓക്കെ, വെയിറ്റ് ചെയ്യ്, നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തൊരാൾ ഇതൊന്ന് തഹജ്ജ് ചെയ്യൂ. ഒരാൾ ബാ ഫത്ഹ ബ, ത്വാ സാക്കിന മുഖൽക്കല ബത്ത്, ഓക്കെ, ഷീൻ ഫത്ഹ ഷ ബത്ത് ഷ. വെരി ഗുഡ്, അൽഹംദുലില്ലാ. ഓക്കെ ഓക്കെ, അടുത്തൊരാൾ അബ്വാബൻ എന്നായിക്കോട്ടെ. അബ്വാബൻ, ആ രീതിയിൽ ഇതൊന്ന് തഹജ്ജ് ചെയ്യൂ. അലിഫ് ഹംസ ഫതഹ ബ സാക്കിന മുൽക്കല അബ്, വാ ഫതഹ അലിഫ് മദ് തബി ഹർക്കത്താൻ വാ അബ് വാ വാ എന്ന് പറഞ്ഞിട്ട് അബ്വാ, വാ അബ് വാ ബ തൻബീൻ ബിൻ ഫതഹ ബൻ അബ്വാബൻ. വെരി ഗുഡ്, അൽഹംദുലില്ലാ. ഓക്കെ, അടുത്തത് ഇതൊന്ന് പറയുക. അജ്റൻ എന്നായിക്കോട്ടെ കേട്ടോ. അജ്റ എന്ന് നിർത്താൻ പറയാൻ കഴിയെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അജ്റൻ തൻബീനിൽ. ഹംസ ഫതഹ അ, ജീം സാക്കിന മുഖൽക്കല അജ്, റാ മുഫഖമ തൻവീൻ ബിൽ ഫതഹ അജ്റ. റാ തൻവീൻ ബിൽ ഫത്ഹ മുഫഖമ റൻ അജ്റൻ. ഓക്കെ ഓക്കെ ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാ. അടുത്തത് ഇതാരാ പറയാ? അടുത്ത ആൾ പറഞ്ഞോളൂ. സ്വാദ് ഫത്ഹ മുഫഖമ സ്വ, ദാൽ സാക്കിന മുഖൽക്കല സ്വദ്, റാ കസ്ര മുറഖഖ രി, സ്വദരി, കാഫ് ഫത്ഹ ക, സ്വദരിക. വെരി ഗുഡ്, അൽഹംദുലില്ലാ. ഓക്കെ, അടുത്തത് നമ്മൾ ഒരു ആയത്തിലേക്ക് പോവാണ്. ഹിബ ചോദിച്ച ആയത്തിൻ്റെ പിന്നെ ആ എന്തുകൊണ്ടാണ് ഏതാണ് എന്നുള്ളത് ഇത് നമുക്ക് തിരിയോ നോക്കാം നമുക്ക്. ഓക്കെ, ഒരാൾ ഈ ആയത്ത് പാരായണം ചെയ്യൂ. ഫലാ ഉഖ്സിമു ബിശ്ശഫഖ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഫല ഉഖ്സിമു ബിശ്ശഫഖി എന്നാണ്. നമ്മൾ ബിശ്ശഫഖി എന്നുള്ളത് ബിശ്ശഫഖാക്കിയിട്ട് മാറ്റും. ഖാഫിന് സുക്കൂന് നൽകുകയാണ് അല്ലേ. ഇവിടെ രണ്ടും കൽക്കലയുടെ സുക്കൂന് വന്ന് രണ്ട് സ്ഥലത്തും കൽക്കലയാണ്. അപ്പോൾ അതുകൊണ്ട് കൽക്കല വന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്കിന എന്ന് പറയും. സുക്കൂൻ നൽകപ്പെട്ടത് കൊണ്ട് എന്നാണ് ഉദ്ദേശം കേട്ടോ. അപ്പോൾ അല്ലാത്ത സുക്കൂന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഇപ്പോൾ കാഫ് ഊക്ക് എന്നുള്ളിടത്ത് കാഫ് സാക്കിന മുക്കൽക്കല, സാക്കിന മുക്കൽക്കല. അവിടെ കാഫിന് സുക്കൂന് വന്നതുകൊണ്ട് അത് കൽക്കലയായിട്ടുണ്ട് എന്നുള്ളതാണ് സാക്കിന പറയുന്നത്. ഊക്ക് സിമു ബിഷഫഖി എന്നുള്ളത് ബിഷഫഖ്. അപ്പോൾ അവിടെ കാഫ് സാക്കി അത് കെസ്രയാണ്. പ്രത്യക്ഷത്തിൽ അതിന് കെസ്രയാണുള്ളത്. അതായത് അതിൻ്റെ നാച്ചുറലായിട്ടുള്ള ഇത് കെസ്രയാണ്. പക്ഷെ നമ്മളവിടെ വഖഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സുക്കൂന് നൽകുകയാണ്. അപ്പോൾ അതെന്താ അങ്ങനെ വരുന്ന സമയത്ത് സുക്കൂൻ നൽകായതുകൊണ്ട് അവിടെ എന്ത് പറയണം? ഖാഫ് സാക്കിന മുക്കൽക്കല
ഐന്ദൽ വഖഫ് എന്ന് പറയണം. കാഫ് സാക്കിന നോർമൽ കേസിൽ അതെന്തല്ല, പിന്നെ സുക്കൂനല്ല. പക്ഷേ നമ്മളവിടെ സുക്കൂൻ നൽകുകയാണ്. അപ്പോൾ സുക്കൂൻ നൽകുന്നത് കൊണ്ടാണ് എന്ത് ഖാഫ് സാക്കിന മുക്കൽക്കല. ഐന്ദൽ വഖഫ് എന്ന് പറയുന്നുണ്ട്, വഖഫ് ചെയ്യുന്നത് കൊണ്ടാണ് അത് എന്തായത്, പിന്നെ കൽക്കലയായിട്ട് മാറിയിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഫല ഉഖ്സിമു ബിശ്ശഫഖ. ഒന്ന് നോക്കാം അടുത്തതൊന്നും ആരെങ്കിലും ഒന്ന് പാരായണം ചെയ്ത് നോക്കൂ. വല്ലാഹു മിൻ വറാഇഹിം മുഹീത്ത്. സാക്കിന മുഖൽക്കല ഇൻദൽ വഖഫ്. ഇവിടെയും താ തൻവീൻ ബിൽ ബൊമ്മയാണ്. അപ്പം അവിടെ വഖഫ് ചെയ്യുന്നതിന് വേണ്ടി അതിന് സുക്കൂൻ നൽകാണ്. അപ്പോൾ സാക്കിന മുഖൽക്കല ഇൻദൽ വഖഫ് എന്നായിട്ട് മാറി. അവിടെയും സാക്കിന മുഖൽക്കല എന്നാണ് പറയുന്നത്. നോക്കുക അടുത്ത ആയത്ത് എന്താ വരുന്നത്. ഓക്കെ, ഇതൊന്നും ആരെങ്കിലും പാരായണം ചെയ്യൂ. فصب عليهم ربك صوت عذاب. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഫസബ്ബ അലൈഹിം, യാന് സുക്കൂൻ വന്നിട്ടുണ്ട്. അത് തഹജി ചെയ്യുമ്പോൾ യ സുക്കൂൻ ലൈ എന്നാണ് പറയുക. അവിടെ സാക്കിനെ പറയുന്നില്ല. കാരണം എന്താണ്, അത് സുക്കൂനാണ്. അത് അതിൻ്റെ നാച്ചുറലി അതെന്താണ്, സുക്കൂനാണ്. അതുകൊണ്ട് അത് എന്തിൻ്റെ ആവശ്യമില്ല, സാക്കിന എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. അത് ഓൾറെഡി സുക്കൂനാണ്. മീമും എന്താണ്, സുക്കൂനാണ്. മീം സാക്കിന, അവിടെ വേറെ നിയമം വരുന്നുണ്ട്, അതുകൊണ്ടാണ് അത് മീം സാക്കിനായിട്ട് മാറുന്നത്. ഇവിടെ വാവിന് നോക്കൂ, സൗത്ത എന്നുള്ള വാവ് സുക്കൂനാണ്. അപ്പോൾ വാവ് സുക്കൂൻ സൗ എന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് വാവ് സാക്കിന എന്നൊന്നും പറയുന്നില്ല. അതായത് നോർമൽ കേസിൽ സുക്കൂൻ ഉള്ളതാണെങ്കിൽ എന്ത് പറയേണ്ട ആവശ്യമില്ല, സാക്കിന പറയേണ്ട ആവശ്യമില്ല. അതിന് സുക്കൂൻ എന്ന് പറഞ്ഞാൽ മതി. എന്തെങ്കിലും കാരണം അതിൽ വരികയാണെങ്കിലാണ് എന്ത് സുക്കൂൻ നൽകപ്പെട്ടത് കൊണ്ട് എന്നുള്ള സാക്കിന വരുന്നത്. ഇപ്പോൾ അദാബിൻ എന്നുള്ള അദാബ് എന്നായി. അപ്പോൾ അതെന്തായി, ബാ സാക്കിന മുക്കൽക്കല ഇൻദൽ വഖഫ് എന്നായി മാറി. ഇവിടെ മീമ് സുക്കൂൻ അലൈഹിം റബ്ബുക എന്നുള്ള മീം സാക്കിന മുൽഹറ എന്ന് പറയും. മീം സാക്കിന മുൽഹറ അത് നമ്മൾ പഠിക്കാനുള്ള ഒരു നിയമമാണ്. മീം സാക്കിന അങ്ങനെ വരുന്ന കേസിലാണ്. അപ്പൊ ഇടയിൽ വരുന്ന ആയത്തിന്റെ ഇടയിൽ കൽക്കല ലെറ്റേഴ്സിന് ഉണ്ടാവില്ല. അപ്പൊ അവിടെ മുക്കൽക്കല കൽക്കല വരുന്നിടത്ത് എല്ലായിടത്തും അങ്ങനെ ആയിരിക്കണം. കാരണം ആ കൽക്കലയുടെ 5 അക്ഷരങ്ങൾക്ക് സുക്കൂൻ വരുന്നത് കാരണം അവിടെ എന്ത് ചെയ്യണം, സാക്കിന മുക്കൽക്കല എന്ന് പറയും. അതായത് സാക്കിന സുക്കൂന് വരുന്നത് കൊണ്ടാണ്, സുക്കൂൻ നൽകപ്പെട്ടത് കൊണ്ടാണ് അത് കൽക്കലയായത് എന്നുള്ളത്. അതുകൊണ്ടാണ് അത് സാക്കിന എന്ന് പറയുന്നത്. നേരെ മറിച്ച് അതപ്പോ വഖഫ് ചെയ്യുമ്പോ മാത്രമല്ല, എവിടെ വന്നു കഴിഞ്ഞാലും കൽക്കല എവിടെ വന്നു കഴിഞ്ഞാലും അത് കൽക്കല എവിടെ വന്നാലും സാക്കിന മുക്കൽക്കല. കാരണം അത് സുക്കൂന് നൽകപ്പെടുന്നതുകൊണ്ട് കൽക്കലയായിട്ട് മാറും എന്നുള്ളതാണ് പറയുന്നത്. മറ്റുള്ളത് ഇപ്പൊ യാ ആയാലും മീമിന് വേറെ നിയമം വരുന്നത് കൊണ്ടാണ് മീം സാക്കിന. യാ ആയാലും വാവ് ആയാലും അവിടെ സുക്കൂൻ എന്നാണ്. വാവ് സുക്കൂൻ സൗ അല്ലെങ്കിൽ യാ സുക്കൂൻ ലൈ എന്നാണ് പറയുന്നത്. അവിടെ സാക്കിന പറയുന്നില്ല, കാരണം ഓൾറെഡി അത് സുക്കൂനാണ്. പക്ഷെ കൽക്കലയിൽ അടുത്ത ആയത്തിലേക്ക് നോക്കായത്തില്ല. അപ്പോൾ ഈ ആയത്തിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഫസബ്ബ അലൈഹിം, യാന് സുക്കൂന് ഓൾറെഡി അത് സുക്കൂനായതുകൊണ്ട് നമ്മൾ സുക്കൂന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷെ മീമിൻ്റെ അവിടെ ഒരു നിയമം വരുന്നതുകൊണ്ട് അതായത് നോർമൽ കേസിൽ സുക്കൂന് വരികയാണ്, സുക്കൂന് പറഞ്ഞാൽ മതി. എന്തെങ്കിലും കാരണം അവിടെ വരികയാണെങ്കിൽ, റീസൺ ഉണ്ടെങ്കിൽ സുക്കൂൻ നൽകപ്പെട്ടത് കൊണ്ട് ആണ് എന്ന് പറയാനാവുമ്പോഴാണ് സാക്കിന കൊടുക്കേണ്ടത്. ഇപ്പം മനസ്സിലായിട്ടുണ്ടാവല്ലോ. കൽക്കലയിൻ്റെത് മൊത്തം എന്താ വരുന്നത് വെച്ചാൽ, കൽക്കല അത് സുക്കൂൻ നൽകുന്നത് കൊണ്ട് ആണ് കൽക്കല ആകുന്നത്. അത് അപ്പോൾ നമ്മൾ സുക്കൂൻ എന്നല്ല പറയേണ്ടത്, സാക്കിനയായിട്ട് മാറും. സുക്കൂൻ നൽകപ്പെടുന്നത് കൊണ്ട് അതാണ് സാക്കിന എന്നതിൻ്റെ അർത്ഥം. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഹിബക്ക് മനസ്സിലായില്ലോ? കൽക്കല വരുമ്പോ മാത്രമാണ് അല്ല, കൽക്കല വരുമ്പോ ഒന്നല്ല. ഇപ്പൊ ഇവിടെ മീം നോക്കൂ, മീം സാക്കിന മുൽഹറ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ കൽക്കല മാത്രമല്ല വരുന്നത്. എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കുമ്പം എന്നുള്ള ഇല്ല. ഇത് ഇവിടെ നോക്കൂ, ഒറ്റ മുമ്പിൽ നൂനു സാക്കിന, നൂൻ മീം വറാഇഹിം എന്നല്ലേ അവിടെ നമ്മൾ പറയുമ്പോൾ നൂനു സാക്കിന എന്നാണ് പറയാ. ഇവിടെ നോക്കൂ, വറാഇഹിം മുഹീത്ത് എന്നുള്ളിടത്ത് മീം സാക്കിന എന്നാണ് പറയാ.
അവിടെയൊക്കെ നിയമങ്ങൾ വേറെ വരാണ്ട്. അതായത് സുക്കൂൻ നൽകപ്പെടുന്നത് കൊണ്ട് അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനെ സാക്കിന എന്ന് പറയും. നോർമൽ കേസിൽ പ്രശ്നമൊന്നുമില്ലാത്ത സുക്കൂനാണെങ്കിൽ അതെന്താണ്? സുക്കൂനാണ്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയോ? ഓക്കെ. ഇൻഷാ അല്ലാ. അപ്പൊ നൂൻ സാക്കിനെയും മീൻ സാക്കിനാണെങ്കിൽ അവിടെ ഡിഫറൻസ് വരും എന്നാണ് പറയുന്നത് ആ കൽക്കലക്ക്. നൂന് കൽക്കലയിൽ വരൂല. അല്ല സോറി, കൽക്കലല്ല, സുക്കൂൻ. സോറി, സുക്കൂന് വരുമ്പോ അവിടെ മുദഹറാണ് കൂടി യൂസ് പറയേണ്ടി വരും. നൂനിന് 4 നിയമങ്ങളുണ്ട്. മീം സുക്കൂനുള്ള നൂനും തൻവീനും ആയിട്ട് ബന്ധപ്പെട്ട് 4 നിയമങ്ങൾ പഠിക്കാനുണ്ട്. മീമിൻ്റെത് 3 നിയമങ്ങൾ പഠിക്കാനുണ്ട്. ആ നിയമങ്ങളായിട്ട് റിലേറ്റ് ചെയ്യുന്ന സമയത്താണ് അത് സാക്കിനായിട്ട് മാറുന്നത്. എന്തായാലും നൂനിന് സുക്കൂന് വരികയാണെങ്കിലും മീമിന് സുക്കൂന് വരികയാണെങ്കിലും അത് സാക്കിന എന്നാണ് പറയുക. കാരണം ശേഷം ഒരു നിയമം വരാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ സുക്കൂൻ നൽകപ്പെടുന്നത് കൊണ്ട് ഇനിയും കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. ഓക്കെ, അത് മീം അതിനുശേഷം റാ ആണോ അല്ലെ വേറെ ഏത് ലെറ്റർ ആണോ വരുന്നത് നോക്കിയിട്ട് അതെ, അത് ആ നിയമം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ആ നിയമം പഠിക്കുമ്പോൾ നൂനു സാക്കിന, മീമു സാക്കിന, അതേപോലെ പിന്നെ ലാമുണ്ട്, അങ്ങനെ കുറച്ച് ഇതുണ്ട്. അത് നമുക്ക് ആ പഠിപ്പിക്കുന്ന സമയത്ത് അങ്ങോട്ട് റെഡി ആയിക്കോളും. സുക്കൂൻ നൽകപ്പെടുന്നത് കൊണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. സുക്കൂൻ ആക്കിയത് കൊണ്ട്, അല്ലെങ്കിൽ സുക്കൂൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ സുക്കൂൻ ആയതുകൊണ്ട് എന്നൊക്കെയുള്ള ആ ഒരു ഇതാണ് സാക്കിന എന്ന് പറയുന്നത്. മറ്റേത് നോർമൽ സുക്കൂൻ. ഇത്രയേ ഉള്ളൂ, വേറെ അതിൽ ടെൻഷൻ അടിക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഇൻഷാ അല്ലാ. ഓക്കെ, ഇനി നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്ക്, പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് പോവാണ്. ഓക്കെ, ഇതെന്താണ് വായിക്കുക? ഹംസ. ഹംസ അല്ലേ? ഹംസ എന്ന് പറയുന്നത് ചില്ലറ ആളല്ല. നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹംസ ഒരു എന്താ പറയുക, വളരെ പ്രിവിലേജ്ഡ് ഒരു പേഴ്സണാണ് അറബി ഭാഷയിൽ. ഹംസ ശരിക്കും എത്ര ഉണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഒന്നല്ലേ ഉള്ളൂ അല്ലേ? എത്ര ഉണ്ട് ഹംസ? പറഞ്ഞോളി. ഹംസാന്ന് എഴുതാത്ത അലിഫുണ്ട്, എഴുതണതുണ്ട്. ഹംസ നെയ്താത്ത അലിഫുണ്ട്, എഴുതണ അലിഫുണ്ട്. അലിഫിന്റെ മുകളിലേ ഹംസാന്ന് എഴുതാറില്ല ചിലതിന്റെ, ഒരു സ്വാദിന്റെ കഷ്ണം കാണാം. ഓക്കെ, ഒന്ന് ഹംസയും കാണും അല്ലേ? ചിലതിന്റെ ഇപ്പൊ അൽ ഹംസ അലിഫ് മാത്രം, അവിടെ ഒന്നുമില്ല, ഹംസ കൊടുത്തിട്ടില്ല. പക്ഷേ അൽ ഹംസത്തു എന്നാണ് നിങ്ങൾ വായിക്കുന്നത് അല്ലേ? ഓക്കെ, ശരിയാണ് പറഞ്ഞത്. എത്ര ഉണ്ട് ഹംസ നോക്കാം നമുക്ക് അല്ലേ? നമുക്ക് അങ്ങോട്ട് നോക്കാം. ഹംസത്തുൽ വസ്ല്, ഹംസത്തുൽ ഖത്അ. അതായത് ഹംസ 2 എണ്ണായിട്ടാണ് തിരിക്കുന്നത്. ഹംസ 2 എണ്ണം ഉണ്ട്. ബേസിക്കലി ഹംസ 2 എണ്ണം ഉണ്ട്. ഒന്നിൻ്റെ പേര് ഹംസത്തുൽ വസ്ൽ എന്നാണ്. വസ്ൽ എന്ന് പറഞ്ഞാൽ ചേർക്കാൻ ഉപയോഗിക്കുന്ന ഹംസ. പിന്നെ ഹംസത്തുൽ ഖത്അ എന്ന് പറഞ്ഞാൽ മുറിക്കാൻ ഉപയോഗിക്കുന്ന, അത് 2 മുറിക്കാൻ ഉപയോഗിക്കുന്ന ഹംസ എന്ന് പറയാം അല്ലേ? അങ്ങനെ പറയാം. ഖത്അ എന്ന് പറഞ്ഞാൽ മുറിക്കുക എന്നുള്ളതാണ്. വസ്ൽ എന്ന് പറഞ്ഞാൽ ചേർക്കുക. ഒന്ന് ചേർക്കുന്നതും ഒന്ന് മുറിക്കുന്നതുമാണ്. അപ്പോൾ ഹംസത്തുൽ വസ്ൽ, ഹംസത്തുൽ ഖത്അ, ഹംസ 2 എണ്ണം ഉണ്ട്. ഇനി ഇങ്ങനെ നമുക്ക് നോക്കാനുണ്ട്. ബേസിക്കായിട്ട് ഹംസ 2 എണ്ണമായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് അതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോവാം. എന്താണ് നിങ്ങൾ നോക്കൂ. ഇത് നേരത്തെ പിന്നെ പറഞ്ഞ നഫീസത്താത്ത ആരെ പറഞ്ഞതെന്ന് ഓർമ്മയില്ല. ഇങ്ങനെ പറഞ്ഞു, അതിൻ്റെ മുകളിൽ ഒരു കുഞ്ഞ് സ്വാദ് ഉണ്ടാവും. സ്വാദിൻ്റെ തല മുഴുവനില്ല, സ്വാദ് മുഴുവനില്ല, സ്വാദിൻ്റെ ചെറിയൊരു സംഭവം അല്ലേ? ഇത് നമ്മളെങ്ങനെ എന്താ വായിക്കുക? എല്ലാവർക്കും അറിയല്ലോ. ഇഹ്ദീന അല്ലേ? പക്ഷെ അവിടെ പിന്നെ ഹംസ ഒന്നുമില്ല, നമ്മൾ വായിക്കുന്നുണ്ട് എന്ത്? ഇഹ്ദീന എന്ന്. കറക്റ്റ് അല്ലേ? നമ്മൾ എന്തില്ല, നമ്മൾ പിന്നെ എഴുതിയിട്ടില്ല, പക്ഷെ വായിക്കുന്നുണ്ട് അല്ലേ? ഇപ്പൊ താഴത്ത് നോക്കൂ, ഇതെന്താ വായിക്കുക? അവിടെ പിന്നെ ഹംസ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മുകളിൽ കാണുന്നതിന് പറയുന്ന പേരാണ് ഹംസത്തുൽ വസ്ൽ എന്ന്. മനസ്സിലായി? ചേർക്കാൻ ഉപയോഗിക്കുന്നതിനാണ് ഹംസത്തുൽ വസ്ൽ. താഴത്തുള്ളത് ഹംസത്തുൽ ഖത്അ ആണ്. അപ്പോൾ ഇപ്പം നമ്മളിത് നോക്കാം, നമുക്ക് ഒന്നുകൂടി നോക്കാം. ഹംസത്തുൽ വസ്ൽ വ ഖത്അ, ഹംസത്ത അൽ വസ്ലി വൽ ഖത്അ
രണ്ട് ഇതാണ്, വസ്ലും ഖത്തവും. അതിൽ ഹംസത്ത് വസ്ൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഹ്ദിന എന്നാണ്. ഈ ഇഹ്ദിന എന്നുള്ളത് ഞാൻ തൊട്ട മുകളിലുള്ള ആയത്തിനോട് ചേർത്ത് പാരായണം ചെയ്യാമെന്ന് നോക്കുക. ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, അങ്ങനെ സംഭവിക്കുക. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. മൈക്ക് പിന്നെ ഓഫാക്കി വെച്ചാൽ നല്ലതാണ്. ഓക്കെ, അപ്പോൾ അവിടെ എങ്ങനെയാ ഞാൻ ഓതിയത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിന വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ചേർത്ത് ഓതുന്ന സമയത്ത് ആരില്ല, ആ ഹംസത്തു വസ്ൽ കളയപ്പെടുന്നുണ്ട്, അത് കേൾക്കുന്നില്ല. നേരെ മറിച്ച് അതിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. നോക്കൂ നിങ്ങൾ അതിൻ്റെ ഡെഫിനിഷൻ. ഹിയ അല്ലത്തി തുൻതഖു ബദഅൻ വതസ്ഖുതു ഇൻദൽ വസ്. ഹിയ അല്ലത്തി തുൻതഖു ബദഅൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അതിൽ ആരംഭിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇഹ്ദിന എന്ന് പറയുമ്പോൾ ആ ഹംസക്ക് എന്തുണ്ട്? ശബ്ദമുണ്ട്. തസ്കുത്തു ഐന്ദൽ വസ്ൽ. തസ്കുത്തു എന്ന് പറഞ്ഞാൽ കളയപ്പെടും, കൊഴിഞ്ഞു പോകും, കളയുക, കൊഴിഞ്ഞു പോവുക എന്നൊക്കെ. തസ്കുത്ത നഷ്ടപ്പെട്ടു, സുക്കുത്താവുക. അപ്പോൾ തസ്കുത്തു ഐന്ദൽ വസ്ൽ ചെയ്യുക, ചേർത്ത് ഓതാണ്. ഈ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ളതിനെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിന എന്ന് ഓതുന്ന സമയത്ത് ആ എന്താ ഈ എന്നുള്ള ശബ്ദം കളയപ്പെടും. മനസ്സിലായില്ലേ? ഹി അല്ലത്തി തുൻതഖു ബദൻ, അതിൽ ആരംഭിക്കുകയാണ്. അപ്പം ഇഹ്ദിന സിറാത്ത എന്ന് പറയുമ്പോൾ ഈ കേൾക്കുന്നുണ്ട്, അതല്ല ചേർത്ത് ഓതാണ്. തസ്കുത്തു ഐന്ദൽ വസ്ൽ, തസ്കുത്തു കൊഴിഞ്ഞു പോകും, ഐന്ദൽ വസ്ൽ ചേർത്ത് ഓതുമ്പോൾ. അപ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അപ്പോൾ നസ്തഈൻ ഇഹ്ദിന എന്നായിട്ട് മാറും. നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നായി. നേരെ മറിച്ച് പിന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. മനസ്സിലായോ രണ്ട് കാര്യങ്ങളും? സംശയമുണ്ടോ? പറയോ? ഓക്കെ, എനിക്ക് മനസ്സിലാവാത്ത എന്താന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നും കൂടി പറയാം. ചേർത്തോതുമ്പോ സൗണ്ട് വരും അവിടെ. നൂനിന് ലൊമ്മല്ലേ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നു. പിന്നെ ഹാഇന് സുക്കൂന. നസ്തഈനു ഇഹ്ദിന. നൂനിന്റെ ലൊമ്മയാണ് കേൾക്കുന്നത്, ഈ കേൾക്കൂല, ഈ കളയപ്പെടുകയാണ്. കാരണം എന്താണ്? ചേർത്തോതുമ്പം തസ്കുത്ത് സംഭവിക്കുന്നുണ്ട്, ആ ഹംസത്തു വസ്ൽ കളയപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ്. നേരെ മറിച്ച് അതിൽ ആരംഭിക്കുക, ഈ അല്ലത്തി തുൻതഖു ബദഅൻ, അതിൽ ആരംഭിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? ശബ്ദം ഉണ്ടാവും, നത്ഖ് ശബ്ദം ഉണ്ടാവും. എങ്ങനെ? ഇഹ്ദിന സിറാത്ത, അവിടെ ഈ എന്ന് കേൾക്കാം. ചേർത്ത് ഓതുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആ ഈ കേൾക്കൂല, നുഹ്ദിന എന്നായി, നുഹ്ദിന സിറാത്ത എന്നായിട്ട് മാറും. ക്ലിയർ ആണോ? അത് തന്നെയാ എല്ലാ സമയത്തും വരാൻ ചേർത്തോതുമ്പോ. അതെങ്ങനെയാണ്? നിങ്ങൾ ഫാത്തിഹ ഒന്ന് എടുത്തു നോക്കി, അതിൽ നസ്തഈനു എന്നല്ലേ 5ാമത്തെ ആയത്തിൽ വരുന്നത്? ഊന്നുള്ള, അതായത് ലൊമ്മ ആണോ എന്നുള്ള ചോദിക്കുന്നത്. എങ്ങനെ ചേർത്തോതുമ്പോ എപ്പോഴും എന്താണോ ആ അവസാനത്തെ ലെറ്ററിനുള്ളത് ഫത്ഹായിരിക്കാം, കസ്റായിരിക്കാം, ബൊമ്മയായിരിക്കാം. ഇവിടെ ഇപ്പം നസ്തഈനു എന്നാണ്. അപ്പോൾ നസ്തഈനു ഇഹ്ദിന എന്നായി നൂനിൽ ലൊമ്മ വരും. എനിക്ക് നിങ്ങൾ ചോദിച്ചത് ക്ലിയർ ആയിട്ടില്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുമില്ല അല്ലേ? നിങ്ങൾ പറയുന്ന ആയത്ത് ഒന്ന് സ്ക്രീനിൽ കൊടുത്തിട്ട് ചിലപ്പോൾ മതിയാലേ മനസ്സിലാവും.
അതാണ് സ്കൂളിൽ ആയപ്പോൾ എനിക്ക് ഖുറാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ പറഞ്ഞത് സൂറത്ത് ഫാത്തിഹ ഒന്നും നിങ്ങൾ എടുക്കുമോ? ഞാൻ ഇതിലേക്ക് മാറ്റണമെങ്കിൽ ഞാൻ ഇതിനൊക്കെ ബാക്ക് അടിച്ച് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് വരേണ്ടി വരും. അതുകൊണ്ടാണ് ഇതിലില്ല, ഇതിൽ ഞാൻ കൊടുത്തിട്ടില്ല. നിങ്ങൾ നോക്കൂ, 5-ാമത്തെ ആയത്ത് എങ്ങനെ അവസാനിക്കുന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനു. നു എന്നാണ്, നൂന് ലൊമ്മയാണ്, നൂന് ലൊമ്മയാണ് അവസാനിപ്പിക്കുന്നത്. മാലിക് യൗമിദ്ദീനി എന്നാണ്, അർ-റഹ്മാനി റഹീമി എന്നാണ്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമ എന്നാണ്. അപ്പോൾ ചേർത്ത് ഓതുന്ന സമയത്ത് അതിലുള്ളത് അവസാനം എന്താണോ അതേപോലെ, പക്ഷെ ആ ഹംസത്ത് വസ്ൽ കേൾക്കൂല. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ അൽഹംദുലില്ലാ. ഓക്കെ, അതിന്റെ അർത്ഥം എങ്ങനെയാ വരുന്നത്? തുൻതഖ് നതഖ് ബദ്അൻ, ആരംഭത്തിൽ, തുടക്കത്തിൽ അതാണെങ്കിൽ അതിന് ശബ്ദമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതിനെ കൊണ്ട് ആരംഭിക്കുകയാണെങ്കിൽ, അതിൽ ആരംഭിക്കുന്ന തുൻതഖ് നതഖ് ശബ്ദമുണ്ട്, ബദ്അൻ ആരംഭിക്കുകയാണെങ്കിൽ, അതിൽ ആരംഭിക്കുകയാണെങ്കിൽ എന്തുണ്ട്? അതിന് ആ ഇ ഉ ശബ്ദം വരുമെന്ന് അർത്ഥം. ഓക്കെ, ക്ലിയർ? എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തത് ഹംസത്തുൽ ഖത്ത്. ഖത്ത് സിമ്പിളാണ്. അവിടെ എന്തുണ്ടാവും? ഹംസ എഴുതിയിട്ടുണ്ടാവും. ഇയ്യാക എന്നുള്ളിടത്ത് അലിഫ് ഹംസ കെസ്ര ഇ എന്ന് വരുന്നില്ലേ? അതേപോലെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അത് നോക്കൂ നിങ്ങൾ. ഹിയ അല്ലത്തി തുൻതഖു വ തുർസമു. നത്ഖ് എഴുത്ത് ശബ്ദത്തിലുണ്ട്, തുർസമു റസ്മിൽ എഴുത്തിലും ഉണ്ട്. ഹിയ അല്ലത്തി തുൻതഖു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശബ്ദം. നത്ഖ് ശബ്ദം. വ തുർസമു എന്ന് പറഞ്ഞാൽ റസ്മ് എഴുത്ത്. ശബ്ദത്തിലും എഴുത്തിലും ഉണ്ട്. ഉദാഹരണം അഹദുൻ അല്ലെങ്കിൽ അഹദ എന്തായിക്കോട്ടെ. ഇബ്രാഹിം, അമറ എന്ന് പറഞ്ഞോട്ട് നോക്കൂ. അലിഫ് ഹംസ ഫത്ഹ ഉണ്ട്, ഇബ്രാഹിമിലെ ഇ ഉണ്ട്, അമറ എന്ന് പറഞ്ഞോട്ട് അവിടെയൊക്കെ ആര് വന്നിട്ടുണ്ട്? ഹംസ വന്നിട്ടുണ്ട്. അപ്പോൾ ഹംസത്തുൽ ഖത്ത് നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല. കാരണം അവിടെ എന്തുണ്ട്? എഴുത്തിലും ശബ്ദത്തിലും നിങ്ങൾക്ക് ഹംസയെ കാണാം. പക്ഷേ ഹംസത്തുൽ വസ്ൽ ലേശം പ്രശ്നക്കാരനാണ്. മൂപ്പര് എന്തില്ല അവിടെ ഇങ്ങനെ ഒരു അലിഫിൻ്റെ മുകളിൽ കുഞ്ഞു സ്വാദാണ്. സ്വാദ് എന്ന് പറഞ്ഞാൽ വസ്ൽ എന്ന്, അതിൻ്റെ പേരതാണല്ലോ, ഹംസത്തുൽ വസ്ൽ എന്നാണ്. ആ വസ്ലിൻ്റെ സ്വാദാണ് അവിടെ ഇങ്ങനെ കാണുന്നത്. ആ ഒരു അലിഫിൻ്റെ മുകളിൽ ചെറിയ കുഞ്ഞു സ്വാദിൻ്റെ ചെറിയൊരു തല, ചെറിയൊരു സ്വാദ്, കുഞ്ഞു സ്വാദിനെ കാണാം. അതിനാണ് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നത്. ഇത് ക്ലിയറായോ? ഇത് പിന്നെ ഖത്ത് വിഷയമില്ല. കാരണം അത് എഴുത്തിലും പാരായണത്തിലും ആര് വരുന്നുണ്ട്? ആ ഇ ഉ ശബ്ദം വരുന്നുണ്ട്. പക്ഷേ ഹംസത്തുൽ വസ്ൽ അങ്ങനെയല്ല. ചേർത്ത് ഓതുന്ന സമയത്ത് ഹംസത്തുൽ വസ്ൽ കേൾക്കൂല. അതിൽ ആരംഭിക്കുകയാണെങ്കിൽ ആ ഇ ഉ ശബ്ദം വരും. ഇപ്പോൾ ക്ലിയറായോ? ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ക്ലിയർ ആയിക്കോ ആയോ? അല്ല, അത് ക്ലിയർ ആയി. ഇപ്പൊ നമ്മള് തഹജ്ജി പറയുമ്പോ നമ്മൾ ഇങ്ങനെ പറയണോ? ഹിയല്ലെത്തി തുൻതഖ് പറയേണ്ടി വരുമോ? അല്ല, തഹജ്ജി വേറെ തന്നെ. നല്ല അടിപൊളി തഹജ്ജി അല്ലേ നമുക്ക് വരാനുള്ളത്. തഹജ്ജിയിലേക്ക് പോകാം. ഇയ്യാക്ക തഹജ്ജി ചെയ്യുമ്പോൾ അലിഫ് ഹംസ കെസ്ര ഇ. ഇപ്പോൾ ഫത്ഹ ആണെങ്കിൽ അലിഫ് ഹംസ ഫത്ഹ, ലൊമ്മ ആണെങ്കിൽ അലിഫ് ഹംസ ലൊമ്മ ഉ. അവിടെ ഖത്ത് ഒരു വിഷയമില്ല, സിമ്പിളാണ്. കാരണം അത് എഴുത്തിലും ഉണ്ട്, പാരായണത്തിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഒരു വിഷയമില്ല. പക്ഷേ വസ്ൽ അങ്ങനല്ല, ലേശം പ്രശ്നമാണ്. ഓക്കെ, നമുക്ക് പോവാം. ഇങ്ങോട്ട് നോക്കൂ നിങ്ങൾ. ലാ തുക്തബു അബദൻ, എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഹംസത്തുൽ വസ്ലിൻ്റെ ഹംസ ഒരിക്കലും എഴുതൂല. ലാ തുക്തബു അബദൻ, ലാ തുക്തബു അബദൻ, ഒരിക്കലും ആര് എഴുതൂല? ലാ തുക്തബു അബദൻ. ഹംസത്തുൽ വസ്ലിൻ്റെ ഹംസയെ എഴുതാനേ പാടില്ല. തുൻതഖു ബദ്അൻ, ബദ്അൻ എന്ന് പറഞ്ഞാൽ അതിൽ ആരംഭിക്കുകയാണെങ്കിൽ അതിനെന്തുണ്ട്? ആ ഹംസത്തുൽ വസ്ലാണ് ആരംഭിക്കുകയാണെങ്കിൽ അതിന് ശബ്ദമുണ്ട്. അതായത് ആ ഇ ഉ ശബ്ദം വരൂ. തസ്കുതു വസ്ലൻ, തസ്കുതു വസ്ലൻ ചേർത്ത് ഓതാണെങ്കിൽ മൂപ്പരായി എന്തായിപ്പോവും? വസ്ൽ ചെയ്യുക, വസ്ൽ ചെയ്യാന്ന് ചേർക്കുക. ചേർത്ത് ഓതാണെങ്കിൽ എന്തായി? നഷ്ടപ്പെട്ടു, കൊഴിഞ്ഞു പോകും. ഇതാണ് ഹംസത്തു വസ്ലിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഇമ്പോർട്ടൻ്റ്. ലാ തുക്തബു അബദൻ, ഒരിക്കലും എഴുതൂല. ഹംസത്തു വസ്ലിൻ്റെ ഹംസ ഒരിക്കലും എഴുതൂല. നിങ്ങൾക്ക് പരീക്ഷയിൽ പിന്നെ എന്തുണ്ടാവും? എഴുതാനുണ്ടാവും. എഴുതാൻ നിങ്ങൾക്ക്
അപ്പോൾ ഫാത്തിഹയിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതാനുണ്ടാവും. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതുന്ന സമയത്ത് നിങ്ങൾ, അല്ലെങ്കിൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് എഴുതുന്ന സമയത്ത് അലിഫ് ഹംസ കെസ്ര ഈ എഴുതി കഴിഞ്ഞാൽ തെറ്റി, പരീക്ഷയ്ക്ക് ഒരു മാർക്ക് പോയി. അപ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ഹംസത്തുൽ വസ്ലിൻ്റെ ഹംസ ഒരിക്കലും എഴുതൂല, പകരം അതിൻ്റെ മുകളിൽ കുഞ്ഞ് സ്വാദായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഖുറാനിൽ കാണും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ മനസ്സിലാ. തുക്തബു അബദൻ ഒരിക്കലും ഹംസത്തുൽ വസ്ലിൻ്റെ ഹംസ എഴുതൂല ഒരിക്കലും. പിന്നെ തുൻതക്കു ബദൻ അതിൽ ആരംഭിക്കുകയാണെങ്കിൽ അതിനെന്തുണ്ട്, ആ ഈ ഉ ശബ്ദം വരും. തസ്കുത്ത് വസ്ലൻ ചേർത്ത് ഓതുകയാണെങ്കിൽ അതെന്തായിരിക്കും, കൊഴിഞ്ഞു പോകും, അതായത് ശബ്ദം കേൾക്കൂല. ഇപ്പോൾ ഈ നസ്തഈ നുഹ്ദിന എന്ന് പറഞ്ഞതുപോലെ ഇഹ്ദിന എന്നുള്ള ഈ കേൾക്കൂല, നുഹ്ദിനായിട്ട് മാറും. ക്ലിയർ അല്ലേ? എന്താ എന്തോ ഒരു പൂർണ്ണമായിട്ട് ഉസ്താദ് 2 ഡൗട്ട്. 2 ഡൗട്ട് ചോദിച്ചോളി. ഒരു ഡൗട്ട്, നമ്മളിപ്പോ ഇത് പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കൽ പോലും പിന്നെ ഈ ഇമാമ് ഇങ്ങനെ ഈ ഹംസത്ത് വസലിനെ ചേർത്ത് പാരായണം ചെയ്യാറില്ലല്ലോ. എപ്പോഴും അവരവിടെ നിർത്തിയിട്ട് ഹിദിന് തന്നെയല്ലേ തുടങ്ങാറ്? ഫാത്തിഹയിൽ അവിടെ എന്താ 5ാമത്തെ ആയത്ത് നസ്തഈൻ 5 നിർത്തി 6ാമത്തെ ആയത്താണ് ഹിദിന എന്ന് വരുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് അത് അങ്ങനെയല്ല അധികവും ചെയ്യാറുണ്ട്. ഞാൻ ഇതുവരെ മറ്റേ ഒരു ഓത്ത് ഞാൻ വളരെ റെയറായിട്ട് കേട്ടിട്ടുള്ളൂ. അത് റെയർ, അത് ഓതൂല. കാരണം എന്താ വെച്ചാൽ 5ാമത്തെ ആയത്ത് നസ്തഈൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച്, മറ്റേത് 6ാമത്തെ ആയത്താണ്. അതുകൊണ്ട് അവിടെ എന്തല്ല വരുന്നില്ല. പക്ഷെ ഇത് വേറെ സ്ഥലങ്ങളിൽ ചേർത്ത് വരും. ഇപ്പൊ ബിസ്മില്ലാഹി ബിസ്മില്ലാഹി എന്നുള്ള ഇസ്മുൽ ജലാലയിൽ എന്ത് വരുന്നുണ്ട്, ഹംസത്ത് വസ്ൽ വരുന്നുണ്ട്, ഇസ്മുൽ ജലാലിൽ വരുന്നുണ്ട്. അതേപോലെ ഇവിടെ താഴത്തേക്ക് വരികയാണെങ്കിൽ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലാ അദ്ദാലീൻ എന്ന് വലദ്ദാലീൻ ആയിട്ട് മാറും. വല എന്നുള്ള അതൊക്കെ വേറെയും പഠിക്കാനുണ്ട് കേട്ടോ. വലാ അദ്ദാലീൻ എന്നാണ്. പക്ഷെ നമ്മൾ വലദ്ദാലീൻ എപ്പോഴും നമ്മൾ എഴുതുമ്പോ ഈ കുഞ്ഞു സ്വായിട്ടാണ് വരിക. കുഞ്ഞ് അത് ഹംസത്ത് വസ്ലിന്റെ മുകളിൽ എപ്പോഴും കുഞ്ഞു സാധേ ഉണ്ടാകാൻ പാടുള്ളൂ, ഹംസ എഴുതാൻ പാടില്ല. അതാണ് ഇവിടെ ഹംസത്ത് വസ്ലിന്റെ ഇമ്പോർട്ടന്റ് ആണ് അത്. നമ്മള് അന്ന് യാസീനിൽ നമ്മളന്ന് ആയത്ത് പഠിച്ചപ്പോ ഇത്തബിയും അല്ല യസ് അലുക്കും എന്നുള്ള ആയത്തില്ലേ, അപ്പം ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായില്ലേ ഈ ഇത്തബിയു എന്നുള്ളതിൽ ആ 3ാമത്തെ ലെറ്റർ കസറ ആയതുകൊണ്ടാണ് അത് ഈ ആയിട്ട് നമ്മൾ ഓതുന്നതെന്ന്. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹംസത്ത് വസ്ൽ തന്നെയല്ലേ? ഹംസത്ത് വസ്ൽ തന്നെയാണ്. അതെങ്ങനെ വരുന്നത്? അപ്പൊ അതിന്റെ ആ ഈ എന്നുള്ള പ്രൊനൗൺസിയേഷൻ വരുന്നത് 3ാമത്തെ ലെറ്റർ നോക്കിയിട്ട് അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്. ആണ്. അപ്പൊ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ശരി. അതിന്റെ ഇനി ഹംസത്ത് വസ്ലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഹംസ ബേസിക് ആയിട്ട് 2 അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഹംസ ബേസിക് 2 അതേതൊക്കെയായിരുന്നു? അപ്പൊ കത്തിന് അങ്ങോട്ട് മാറ്റി വെക്കുക. കാരണം കത്ത് എന്താണ്, അത് എഴുത്തിലും പാരായണത്തിലും ഒക്കെ വരുന്നതിനെ കൊണ്ട് മൂപ്പരം എല്ലാം അങ്ങോട്ട് സൈഡാക്കി വെക്കുക. നമ്മൾ ഇനി നേരെ പോകുന്നത് ഹംസത്തുൽ വസ്ലിലേക്കാണ്. വസ്ലിന്റെ നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യം അവിടെ കൊടുത്ത്, ലാ തുക്തബു അബദൻ, തുൻതകു ബദഅൻ, തസ്കുതു വസ്ലൻ. ഇത് 3 മനസ്സിലായല്ലോ? അതിന്റെ അർത്ഥങ്ങൾ ഒന്നുകൂടി പറയോ? ലാ തുക്തബു അബദൻ ഒരിക്കലും എഴുതൂല, ഒരിക്കലും എഴുതില്ല. തുൻതഖു ബദൻ ഹംസ ഒരിക്കലും എഴുതില്ല. ഹംസ അതായത് ഹംസത്തു വസ്ലിന്റെ ഹംസനെ ഒരിക്കലും എഴുതൂല, അങ്ങനെ പറയുന്നു. അല്ലാണ്ട് ഹംസ ഒരിക്കലും എഴുതൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിയൂല. ഹംസത്തു വസ്ലില് ഹംസ ഒരിക്കലും, ഹംസത്തുൽ വസ്ലില് ഹംസ ഒരിക്കലും, അല്ലെങ്കിൽ ഹംസത്തു വസ്ലിന്റെ ഹംസനെ ഒരിക്കലും എഴുതൂല. പിന്നെ തുൻതഖു ബദൻ എന്ന് പറഞ്ഞാല് ഹംസത്തു വസ്ലിലാണ് ആരംഭിക്കുന്നതെങ്കിൽ അതിന് ആ ഈ ഊ ശബ്ദം വരും എന്നാണ് അതിന്റെ ഒരു ജനറൽ അർത്ഥം. തുൻതഖു ബദൻ തുടക്കത്തിൽ ശബ്ദമുണ്ട് എന്നാണ് അതിന്റെ നോർമൽ കേസിൽ പറയുകയാണെങ്കിൽ. ആരൊക്കെ മൈക്ക് ഓൺ ആക്കിയിട്ടത് കൊണ്ട് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ ഓഫ് ആക്കി മൈക്ക്. ഉസ്താദ് അതൊന്നും ക്ലിയർ ആയിട്ടില്ല. ഹംസ എഴുതൂല എന്ന് പറയുന്നത് ഓക്കെ ചോദിച്ചോളൂ. ഹംസ എഴുതൂല എന്ന് പറയുന്നത് ഹംസത്തുൽ വസ്ല് എഴുതുന്നാണ് അതിന്റെ അർത്ഥം. ഹംസത്തുൽ വസ്ലിന്റെ ഹംസനെ എഴുതൂല, അതായത് ഹംസത്തുൽ വസ്ലാണെങ്കിൽ അതിന്റെ മുകളിൽ ഹംസനെ കാണൂല നിങ്ങൾ. അതിനൊരു കുഞ്ഞു സ്വാദാണ് ഉണ്ടാവും അതിന്റെ അടുത്ത്.
ക്ലിയർ ആയോ? അപ്പൊ അത് ഹംസത്തുൽ വസ്ല് വസ്ല് എഴുതിയിട്ടുണ്ടാവൂലേ? ഒരു കുഞ്ഞു സ്വാദ് ഉണ്ടാവും അതിന്റെ മുകളിൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹംസത്ത് വസ്ല് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ആ ഇ ഉ വരും. അതിലാണ് ആരംഭിക്കുന്നെങ്കിൽ ആ ഇ ഉ വരും. പക്ഷേ അതിൽ എന്ത് ചെയ്തൂല? ഹംസനെ എഴുതൂല. നമ്മൾ ആ എന്ന് പറയുമ്പോൾ ഹംസ ഫത്ഹ ആ അല്ലേ വരിക. പക്ഷേ ഇവിടെ ഹംസത്തുൽ വസ്ലിൻ്റെ മുകളിൽ ഒരിക്കലും ഹംസ എഴുതാൻ പാടില്ല, എഴുതൂല. പകരം ഒരു കുഞ്ഞു സ്വാദാണ് ഉണ്ടാവുക. ക്ലിയർ ആയോ? ആ സ്വാദല്ലേ ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നത്? അതെ, വസ്ലാണ്. വസ്ല് അതുകൊണ്ട് വസ്ലാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അലാമത്താണ് ആ കുഞ്ഞു സ്വാദ്. അതിപ്പോൾ നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ. ഇനി അടുത്ത വരും. ഇത് 3 മനസ്സിലായല്ലോ? തുൻതകു ബദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തുക്ക് ശബ്ദമുണ്ടാവും. ബദ് എൻ അതിൽ ആരംഭിക്കുകയാണെങ്കിൽ, ബദ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഹംസത്ത് വസ്ലാണെങ്കിൽ നത്തുക്ക് ശബ്ദമുണ്ടാവും. അതിനെങ്ങനെ പറയാം നമുക്ക്? ഹംസത്തുൽ വസ്ലിൽ ആരംഭിക്കുകയാണെങ്കിൽ അതിന് ആ ഇ ഉ ശബ്ദമുണ്ടായിരിക്കും എന്നത് കുറച്ച് വിശദമായിട്ട് പറയാം. ഓക്കെ. തസ്കുത്ത് വസ്ലൻ ചേർത്ത് ഓതാണെങ്കിൽ, വസ്ല് എന്ന് പറഞ്ഞാൽ ചേർക്കാണെങ്കിൽ കൊഴിഞ്ഞു പോവും. അതായത് ഹംസത്ത് വസ്ലിനെ ചേർത്ത് മുമ്പത്തെ വാക്കിനോട് ചേർത്ത് ഓതുകയാണെങ്കിൽ അത് കൊഴിഞ്ഞു പോകും. ആര് കൊഴിഞ്ഞു പോകും? ഹംസത്തുൽ വസ്ൽ കൊഴിഞ്ഞു പോകും. ക്ലിയർ ആയോ? ഓക്കെ. നമുക്ക് അടുത്തയിലേക്ക് പോവാം. അലാമത്ത്. ഇതാണ് അലാമത്ത്. ഇപ്പോൾ വസ്ല് എന്നുള്ള ആ സ്വാദ് ഉണ്ടല്ലോ, ആ സ്വാദാണ് വസ്ല്. നോക്കൂ വേണ്ടി നിങ്ങൾ, ആ വസ്ല് അതാണ് അതിൻ്റെ അലാമത്ത്. ഹംസത്ത് വസ്ലാന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കുഞ്ഞ് ഇതുണ്ടാവും. അത് ഖുർആൻ മാറുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഇതാണ് അതിൻ്റെ അലാമത്ത്. ഓക്കെ, ക്ലിയർ? അലാമത്താണത്, ആ ഒരു ഹംസത്ത് വസ്ലാന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾക്ക് ചിലപ്പോൾ എഴുതാനൊക്കെ പറയുന്ന സമയത്ത് ഇത് ഏതാന്നുള്ളത് തിരിയാണ്ട് നമ്മൾ ഇതായി പോകും. അപ്പോൾ അതുകൊണ്ട് പക്ഷെ ഖുർആനിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ അലിഫിൻ്റെ മുകളിൽ കുഞ്ഞ് സാധു വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണ് ഹംസത്തുൽ വസ്ലാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇനിയാണ് തഹജി. ഇപ്പോൾ നേരത്തെ അഫ്സത്താത്ത ചോദിച്ചു എങ്ങനെയാണ് തഹജി പറയാന്ന്. തഹജി ഇതാണ്: ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലൻ നബ്ദ ഉബിഹ ആ അല്ലെങ്കിൽ ഈ അല്ലെങ്കിൽ ഉ. ഹംസത്തു വസ്ലാണ്, വസ്ലിൻ്റെ ഹംസയാണ്. തസ്കുത്തു വസ്ലൻ ചേർത്ത് ഓതുമ്പോൾ തസ്കുത്തായി നഷ്ടപ്പെട്ടു. നബ്ദ ഉബിഹ അതിൽ ആരംഭിക്കുകയാണ്. നബ്ദ ഉബദ നബ്ദ ഉബിഹ അതിൽ ആരംഭിക്കുകയാണെങ്കിൽ ആ ഈ ഉ. ആ വരാം, ഈ വരാം, ഉ വരാം. ഓക്കെ, ക്ലിയർ? ഓക്കെ. ഒന്നും കൂടി നിങ്ങൾ ഇത് തഹജി പറയുമ്പോൾ ശ്രദ്ധിക്കണം. പല ആൾക്കാരും ലിൻ ലൻ ലിൻ എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലൻ നബ്ദ ഉബിഹ എന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഹംസത്തു വസ്ലിൻ, ഹംസത്തു വസ്ല് എന്താണ് ഹംസത്തു നമ്മളത് ഹംസത്തു വസ്ല് നമ്മൾ തഹജി ചെയ്യാണ്. ഹംസത്തു വസ്ലിനെ ഹംസത്തു വസ്ലാണ്. തസ്കുത്തു വസ്ലൻ എന്താണ് ചേർത്ത് ഓതുകയാണെങ്കിൽ തസ്കൂത്ത് സംഭവിക്കും. നബ്ദു ബിഹ അതിൽ തുടങ്ങുകയാണെങ്കിൽ ആ ഈ ഉ. ആ അല്ലെങ്കിൽ ഈ അല്ലെങ്കിൽ ഉ ഏതെങ്കിലും ഒന്ന് വരും. എല്ലാം കൂടിയല്ല കേട്ടോ. അത് ഈ 3 രീതിയിലും ആ ഈ ഉ 3ഉം വരും. ഓക്കെ, അപ്പോൾ 3ഉം കൂടി നിങ്ങൾ തഹജി ചെയ്യുമ്പോൾ പറയരുത് അവിടെ എന്താണോ വരിക അതായിരിക്കണം പറയേണ്ടത്. അപ്പോൾ ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലൻ, ഫസ്റ്റത്തത് ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലൻ നബ്ദ ഉബിഹ ആ അല്ലെങ്കിൽ ഈ നബ്ദ ഉബിഹ ഈ നബ്ദ ഉബിഹ ഉ. ക്ലിയർ? സാറേ ഇത് പ്രൊനൗൺസ് ചെയ്യുമ്പോഴും ചെയ്യാതെ ഉണ്ടല്ലോ, എല്ലാ സമയത്തും വരുമോ? എല്ലാ സമയത്തും പറയണല്ലോ. ഇതിൽ നമ്മൾ രണ്ടും പറയുന്നില്ലേ ഇബ? ഹംസത്ത് വസ്ലാണ്, തസ്കുത്ത് വസ്ലൻ. പ്രൊനൗൺസ് വസ്ല ചെയ്തും കൊണ്ട് എന്താ തസ്കുത്തായി പോയിട്ടുണ്ട്. നബ്ദ ബിഹ തുടങ്ങുകയാണ്, അതിൽ തുടങ്ങുകയാണെങ്കിൽ ആ ഈ ഉ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചില കേസുകളിൽ ഹംസത്ത് വസ്ലിൻ തസ്കുത്ത് വസ്ലൻ എന്ന് മാത്രം പറയാം. കാരണം അങ്ങനത്തത് വരും. അതായത് ഇപ്പം എന്താ പറയുക, ഏതെങ്കിലും ഒരു വാക്ക് കണ്ടുപിടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ചിലതിൻ്റെ മുകളിൽ ഇപ്പം ലാമിന് ശേഷം ഹംസത്ത് വസ്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ വാ കഴിഞ്ഞിട്ട് ഹംസത്ത് വസ്ൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ഒരിക്കലും അത് നമ്മൾ ആ ഹംസത്ത് വസ്ൽ പ്രൊനൗൺസ് ചെയ്യൂല. അങ്ങനത്തെ കേസിൽ നമുക്ക് ഹംസത്ത് വസ്ലിൻ തസ്കുത്ത് വസ്ലൻ ലാം കമരിയ മുൽഹറ അങ്ങനെ പറയാം. ഓക്കെ, അത് നമുക്ക് അതിൻ്റെ ഇതിൽ ഇനി കുറേ എണ്ണം പഠിക്കാനുണ്ട്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ആരും ഒന്നും മിണ്ടുന്നില്ല, ആർക്കും മനസ്സിലായില്ലേ പഠിച്ചോനെ? ഇതിന്റെ മീനിങ് ഒന്നും കൂടി പറയാം. ഹംസത്ത് വസ്ലിൻ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലായില്ലേ? ഹംസ ഇത് അലിഫിന്റെ മുകളിൽ കുഞ്ഞു സ്വാദുള്ള ഹംസത്ത് വസ്ല്. തസ്കുത്ത് വസ്ലൻ ചേർത്ത് ഓതാണെങ്കിൽ തസ്കുത്ത് സുക്കൂത്ത് സംഭവിക്കും, കൊഴിഞ്ഞു പോകും. വസ്ല് ചെയ്യാന്ന് പറഞ്ഞാൽ ചേർക്കുക. തസ്കുത്ത് വസ്ലൻ കൊഴിഞ്ഞു പോകും ചേർത്തോതുമ്പോൾ. നബുദ ഉ ബിഹ അതിൽ ആരംഭിക്കുകയാണെങ്കിൽ, അതിൽ തുടങ്ങുകയാണെങ്കിൽ നബുദ ഉ ബദ അതിൽ ആരംഭിക്കുകയാണെങ്കിൽ, അതായത് തുടക്കത്തിൽ അത് വരികയാണെങ്കിൽ നബുദ ഉ അതിനെ കൊണ്ട് ആരംഭിക്കുകയാണെങ്കിൽ, ഹംസത്ത് വസ്ലിനെ കൊണ്ട് ആരംഭിക്കുകയാണെങ്കിൽ ആ എന്നോ ഈ എന്നോ ഉ എന്നോ വരും. ഓക്കെ 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 നമ്മൾ സൂറത്ത് യാസീനില് വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയതി ഇജ്ജാഅൽ മുർസലൂൻ എന്നൊരായത്ത് ഓതിയിരുന്നു. അതില് വദ്രിബ് എന്നാണ്, വ ഫത്ഹ വ, പിന്നെ ഹംസത്ത് വസ്ലാണ് വരുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വ ഇദ്രിബ് എന്നല്ല വായിക്കുന്നത്, വദ്രിബ് എന്നാണ്. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്താക്കാം, വ ഫത്ഹ വ, ഹംസത്ത് വസ്ലിൻ തസ്കുത്ത് വസ്ലൻ, ദാദ് സുക്കൂൻ വദ്, റ കസ്ര മുറക്കരി വദ്രി, ബ സാക്കിന മുകൽകല വദ്രിബ് എന്ന് പറയാം. ഇനി അത് ഫുള്ള് പറഞ്ഞാലും കുഴപ്പമില്ല. എന്താണ് ഹംസത്ത് വസ്ലിൻ തസ്കുത്ത് വസ്ലൻ നബ്ദൗ ബിഹ അതിൻ്റെ മൊത്തത്തിൽ പറയുക ചെയ്യുന്നത്. അതിനോട് തെറ്റില്ല. ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യില്ല, അതിലെ കൊണ്ട് വ ഇദ്രിബ് എന്നല്ലെങ്കിൽ ഇദ്രിബ് വാവിന് എന്തായാലും നമുക്കത് തുടക്കത്തിൽ എന്തായാലും അങ്ങനെ ഓതാൻ കഴിയില്ല. കാരണം വദ്രിബ് എന്നാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഹംസത്ത് വസ്ലിൻ തസ്കുത്ത് വസ്ലൻ എന്ന് പറഞ്ഞാൽ മാത്രം മതിയാവും, കുഴപ്പമില്ല. കാരണം അതിൽ നമ്മൾ ഒരിക്കലും ആരംഭിക്കുന്നില്ല. അതുകൊണ്ട് ഇനി അതല്ല പിന്നെ മുഴുവൻ പറഞ്ഞിട്ട് കുഴപ്പമില്ല. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഹിബ 13-ാമത്തെ ആയത്തൊന്ന് എടുത്ത് നോക്കിയാൽ മതി. സൂറത്ത് യാസീനിലെ 13-ാമത്തെ ആയത്ത്. ക്ലിയർ? അടുത്തതിലേക്ക് പോട്ടെ. ഇനി നമുക്ക് ഹംസത്തുൽ വസ്ലിന്റെ വിഭാഗങ്ങളാണ്. അതായത് ഹംസത്ത് വസ്ൽ ഇപ്പോൾ നമ്മൾ ഹംസ 2 എന്ന് പഠിച്ചു, ഹംസത്തുൽ വസ്ലും ഖത്വവും. അത് കഴിഞ്ഞിട്ട് ഇനി ഹംസത്ത് വസ്ൽ എത്ര ഉണ്ട് നോക്കുക. അവിടെയാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഹംസത്തു വസ്ലിൻ്റെ ഇനങ്ങൾ മാത്രം പഠിക്കുന്നത്. എത്ര ഉണ്ട് നോക്കാം ഹംസത്തു. ജസ്റ്റ് അതൊന്ന് നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം, എല്ലാം കൂടി കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, ഒന്നാമത്തെ നോക്കൂ. ആശറത്തു അസ്മാ ഹംസത്തുഹ ഹംസത്തുൽ വസ്. 10 നാമപദങ്ങൾ. ആശറത്തു അസ്മാ എന്ന് പറഞ്ഞാൽ നാമപദങ്ങൾ, നാമം അല്ലേ? 10 നാമപദങ്ങൾ. അതിൻ്റെ ഹംസത്തുഹ ഹംസത്തുൽ വസ്ൽ. അത് 10 ഉള്ളൂ. അത് 10 നമ്മൾ പഠിച്ചാൽ മതി. 10 നാമപദങ്ങൾ, അതിൻ്റെ ഹംസത്തുൽ വസ്ലാണ്. ഓക്കെ, അത് നമ്മൾ വേറെ തന്നെ പഠിക്കും കേട്ടോ. അഷ്റത്തു അസ്മാവ് 10 നമ്മൾ വേറെ തന്നെ പഠിക്കുന്നുണ്ട്. ഒന്നാമത്തേതാണ്. രണ്ടാമത്തേത് നോക്കാം. അമ്രു സുലാസി ഹംസത്തുഹു ഹംസത്തുൽ വസ്ൽ. അമ്രു സുലാസി അതായത് 3 അക്ഷരങ്ങളുള്ള വാക്കിൻ്റെ കൽപ്പനക്രിയ. ഇപ്പം നിങ്ങൾ ആവേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഖറ എന്ന് ചോദിക്കുക അല്ലേ? അതിൻ്റെ കൽപ്പന വായിച്ചു, നീ വായിക്കുക എന്ന് പറയുമ്പോൾ എന്താ? ഈ ഖറ അല്ലേ? അവിടെ അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇപ്പോൾ ദറബ അതിൻ്റെ കൽപ്പനാക്രിയം വരുന്ന സമയത്ത് അവിടെ വരുന്ന ഹംസ ആയിരിക്കും. ഹംസ എന്തായിരിക്കും?
ഹംസത്തുൽ വസ്ൽ ഇദ്രിബ് എന്നായി. മനസ്സിലായില്ലേ? അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടുന്ന് പഠിക്കൂ. ഒരു എന്താണ് അമ്രു സുലാസി എന്ന് ആലോചിച്ച് ചിന്തിക്കേണ്ട. 3 അക്ഷരങ്ങളുള്ള വാക്കിൻ്റെ കൽപ്പനാക്രിയ, അതിൻ്റെ ഹംസത്തുൽ വസ്ലായിരിക്കും. അപ്പം അത്ര മാത്രം ചിന്തിച്ചാൽ ഞാൻ അതിനെ എന്താണ് ഇതെന്നൊന്നും ആലോചിക്കേണ്ട. അത് നമുക്ക് അത് വരുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആക്കാം. മൂന്നാമത്തേത് നോക്കാം നമുക്ക്. ഹംസത്തു അൽ ഖുമാസി വസുദാസി, ഹംസത്തുൽ വസ്ൽ. അതായത് ഈ പിന്നെ 5 അക്ഷരങ്ങളോ 6 അക്ഷരങ്ങളോ ഉള്ള വാക്കുണ്ട്. ഒരു 5 അക്ഷരങ്ങളിൽ തുടങ്ങുന്ന 6 അക്ഷരങ്ങളിൽ തുടങ്ങുന്ന വാക്കുകൾ. അങ്ങനത്തെ വാക്കുകളിൽ ഹംസ വരികയാണെങ്കിൽ ആ ഹംസ എന്തായിരിക്കും? ഹംസത്തുൽ വസ്ലായിരിക്കും. അതും നമുക്ക് ആ സമയത്ത് പഠിക്കാം ഏതാണെന്നുള്ളത്. പിന്നെ ഒന്ന് വരുന്നത് ലാമു തഅരീഫാണ്. ലാമു തഅരീഫ് ഹംസത്തുഹ ഹംസത്തുൽ വസ്ൽ. ലാമു തഅരീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് അല്ലേ, നമ്മളൊരു ബുക്ക്, ഒരു ഖുർആനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് അതൊരു നമ്മൾ നോർമൽ ബുക്കിനെ പോലെയല്ല, അതിനൊരു ഇത് കൊടുക്കും. അപ്പോൾ ദ ബുക്ക് എന്നാണ് പറയുക അല്ലേ. ഖുർആൻ എന്ന് പറയുമ്പോൾ അതിനൊരു ഇത് കൊടുക്കൂലേ. അല്ലെങ്കിൽ ഒരു വീട്, ഒരു പർട്ടിക്കുലർ വീടിനെ പറയുകയാണെങ്കിൽ ദ ഹൗസ് എന്ന് പറഞ്ഞെങ്കിൽ അതിനൊന്ന് സ്പെസിഫൈ ചെയ്തിങ്ങോട്ട് പറയുമല്ലോ. അപ്പോൾ അതിനാണ് ആ താരീഫ് അറിയുന്നതിന് വേണ്ടിയിട്ട് അത് ലാമു താരീഫ് എന്ന് പറയും. ഒരു വസ്തുവിനെ പറ്റി സ്പെഷ്യലായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഭൂമിനെ കുറിച്ച് പറയുമെങ്കിൽ അൽ അർദു എന്നാണ് പറയുക അല്ലേ. അപ്പോൾ അതേപോലെ അർ റഹ്മാൻ, അർ റഹീം, അവിടെയൊക്കെ കണ്ടില്ലേ നിങ്ങൾ? അവിടെയൊക്കെ കാണുന്ന ഒരു അൽ എന്നുള്ള വാക്കുണ്ട്. അതാണ് ലാമു താരീഫ് എന്ന് പറയുന്നത്. അല്ല് 2 എണ്ണം വേറെ പഠിക്കാണ്. തന്നെ ഈ ലാമു താരീഫ് തന്നെ എന്തുണ്ട്? 2 എണ്ണം പഠിക്കാനുണ്ട്. അപ്പോൾ ഹംസത്ത് വസ്ൽ ഹംസ 2 എണ്ണമായിട്ട് തരംതിരിച്ച്, ഹംസത്ത് വസ്ൽ 4 എണ്ണമായിട്ട് തരംതിരിച്ച്. പിന്നെ അതിൽ 4 എണ്ണത്തിൽ അഷ്റത്തു അസ്മാ ഉണ്ട്, അമ്രു സുലാസി ഉണ്ട്, പിന്നെ ഖുമാസി സുദാസി ഉണ്ട്, പിന്നെ ലാമു താരിഫ് ഉണ്ട്. ലാമു താരിഫ് 2 എണ്ണം വേറെയും പഠിക്കാനുണ്ട്. ലാമു താരിഫ് വീണ്ടും 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കിട്ടിക്കണോ? ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതിലേക്ക് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അൻവാവ് ഹംസത്തു വസ്ൽ ഇതിപ്പോൾ നേരത്തെ എഴുതിയത് തന്നെയാണ്. ഇതിൽ നമുക്ക് ഈ അമ്രു സുലാസിയും ഖുമാസി സുദാസി എന്താണ്? ഫിയലിൽ വരുന്നതാണ്. അഫ്ആൽ ഫിയൽ. ഓക്കെ. അഷ്റത്തു അസ്മാ ഇസ്മിൽ വരുന്നതാണ്. ഇത് ഹർഫ്. ലാമു താരിഫ് അൽ എന്നുള്ള ഹർഫാണ്. ഇങ്ങനെ 3 എണ്ണത്തിലാണ് എന്ത് വരുന്നത്? ഈ സംഭവങ്ങൾ വരുന്നത്. അഷ്റത്തു അസ്മാ ഇസ്മിൽ വരുന്നത്, ലാമു താരിഫ് ഹർഫിൽ വരുന്നത്, മറ്റേത് ഫീലിലും വരുന്നുണ്ട്. ഓക്കെ. അത് ഫീലിൽ വരുന്ന സമയത്ത് അത് കർമ്മങ്ങളായിട്ട് ബന്ധപ്പെട്ടത് 5 എണ്ണമുള്ള 6 ഉണ്ട്. പിന്നെ അമ്രു സുലാസി 3 അക്ഷരങ്ങളുടെ കൽപ്പനക്രിയ, അതാണ് ഒന്ന് വരുന്നത്. ഇത് നമ്മൾ ഓരോന്ന് തന്നെ വ്യത്യസ്തമായിട്ട് പഠിക്കും. ഓക്കെ. അപ്പോൾ ഇന്ന് ഇത്രയും മതി. ഇനി ഇതിൻ്റെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായി പോകും? അപ്പോൾ അവിടെ കൺഫ്യൂഷൻ ആവും. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ സുക്കൂനായിട്ട് ബന്ധപ്പെട്ടത് നമ്മൾ പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഹംസത്തുൽ വസ്ൽ. സിമ്പിളാണ് ഹംസത്തുൽ വസ്ൽ. കത്ത് എന്ന് പറയുമ്പോൾ ഒന്ന് കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ മുകളിൽ ആ ഈ ഉ എഴുത്തുണ്ട്, വായനയിലും ഉണ്ട്, രണ്ടിലും ഉണ്ട്. അതാണ് എന്താ പറയുക, ഹിയ അല്ലത്തി തുൻതക്കു വ തുർസമു എന്ന് പറയുന്നത്. എഴുത്തിലും പിന്നെ പാരായണത്തിലും ഉണ്ട് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഹംസത്തു വസ്ലിൻ്റെത് വിഷയം എന്താന്ന് പറഞ്ഞാൽ ലാ തുക്തബു അബദൻ, ഒരിക്കലും ഹംസത്തുൽ വസ്ലിൻ്റെ ഹംസയെ എഴുതൂല. പകരം അതിൻ്റെ മുകളിൽ ഒരു കുഞ്ഞ് അലാമത്താണ് ഇടുക. അപ്പോൾ അവിടെ ഒരിക്കലും നമ്മൾ ആരെങ്കിലും ഇപ്പോൾ ഡിറ്റേഷനൊക്കെ എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഇഹ്ദിന എന്ന് എഴുതാൻ പറയുമ്പോൾ അലിഫ് ഹംസ കെസ്ര ഇ എന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ തെറ്റാണ് വരുന്നത്. അങ്ങനെ എഴുതാൻ പാടില്ല. അപ്പോൾ അതാണ് ഒന്ന്. ലാ തുക്തബ് അബദൻ, ഒരിക്കലും എഴുതുന്നില്ല. രണ്ടാമത്തേത് വേറെ ഒന്നുമായിട്ട് അതിനെ ഹംസത്ത് വസ്ലിനെ തൊട്ട മുമ്പുള്ളതിനായിട്ട് ചേർത്ത് ഓതുന്ന സമയത്ത് ഹംസത്ത് വസ്ൽ നഷ്ടപ്പെട്ടു പോകും. അതായത് ആ ശബ്ദം കേൾക്കൂല, അവിടെ ഇല്ല. അതിന് പിന്നെ അവിടെ ഖലാസ് അത് പോയി. രണ്ടാമത്തേത് പിന്നെ അതിൽ ആരംഭിക്കുകയാണെങ്കിൽ, ആ ഹംസത്തുൽ വസ്ലിലാണ് ആരംഭിക്കെങ്കിൽ അതിന് ആ എന്നും ഈ എന്നും ഉ എന്നും ശബ്ദം ഉണ്ടാവും. ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമുക്ക് പിന്നെ എന്താ പറയുക, ഒരു സൂറത്ത് ഫാത്തിഹയിലെ ഒരു പിന്നെ ആയത്ത് ഞാൻ താജ് ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമിൻ്റെ മുമ്പേ ചെയ്തത് തന്നെ ആയിരിക്കാം.
അല്ല, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ആയിക്കോട്ടെ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പം പിന്നെ കുറേ അത് വരുന്നുണ്ട്. ഓക്കെ, അതൊന്ന് ഞാൻ തഹജ് ചെയ്തു തരാം. അപ്പോൾ നിങ്ങൾ ആ ഹംസത്തുൽ വസ്ലിൻ്റെ തഹജ് ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഇതിൽ വേറെ കുറേ സംഭവങ്ങളുണ്ട്, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ജസ്റ്റ് ഹംസത്തുൽ വസ്ൽ പറയുന്നത് മാത്രം കേട്ടാൽ മതി കേട്ടോ. ഹംസത്തു വസ്ലിൻ തസ്കുതു വസ്ലൻ നബ്ദ ഉബിഹ ഇ ഹ സുക്കൂൻ ഇഹ്. ഇവിടെ ആ സാക്കിന ഒന്നും പറയുന്നില്ല, ഹാന് സുക്കൂന് വന്നതുകൊണ്ട് അവിടെ ഹാ ഉ ആണ്. അപ്പോൾ അതുകൊണ്ട് ഹ സുക്കൂൻ ഇഹ്, അല്ലാണ്ട് ഹ് പറഞ്ഞിട്ട് ഇഹ് അല്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളും തൊട്ട് മുമ്പിൽ പഠിച്ചത് കൊണ്ട് അതിനോട് ചേർത്ത് പറഞ്ഞു. അപ്പോൾ ഹംസത്തു വസ്ലിൻ തസ്കുതു വസ്ലൻ നബ്ദ ബിഹ ഇ ഹ സുക്കൂൻ ഇഹ്. ദാൽ കസ്രാദി ഇഹ്ദി. നൂൻ ഫത്ഹ അലിഫ് മദ് യസ്കുതു വസ്ലൻ ഹംസത്തു വസ്ലിൻ തസ്കുതു വസ്ലൻ നബ്ദ ബിഹ അ. ലാം ഷംസിയ മുദ്ഗമ في الصاد المكسورة الصي. راء فتحة مفخمة ألف مد مفخمة مد طبيعي حركتان را الصرا. طاء فتحة مفخمة طاء الصراط. اهدنا الصراط. همسة وصل تسكت وصلا نبدأ بها أ. لام قمرية مظهرة ال. ميم ضمام المو. سين سكون المس. تاء فتحة المست. قاف كسرة. ياء مد عارل سكون جائز. 2 أو 4 أو 6 حركات. ميم ساكنة عند الوقف. المستقيم. اهدنا الصراط المستقيم. إن شاء الله അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പഠനത്തെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അതേപോലെ നമ്മളെ കൂട്ടത്തിൽ കുറേ ആൾക്കാർ അസുഖവും പ്രയാസമൊക്കെ ഉണ്ടാവും. അള്ളാഹു എല്ലാവർക്കും അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും എളുപ്പത്തിൽ അതിന് കശ്ഫും ഷിഫയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. മരണപ്പെട്ടുപോയവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ വീഴ്ചകൾ വിട്ടുപുറത്തു മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. കുടുംബത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടദാസന്മാരായി വിട പറയാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.